ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഈസി ആയിട്ടൊരു വെജ് ബിരിയാണി ആയാലോ. അതിനായിട്ട് നമുക്കൊരു ചെമ്പിൽ ആവശ്യത്തിനുള്ള വെള്ളം വെക്കാം. ഒരു പാൻ എടുത്ത് അതിലേക്ക് ഏലക്കായ, പട്ട, ഗ്രാമ്പൂ, തക്കോലം എന്നിവയൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റി കഴിഞ്ഞ സമയത്ത് അതിലേക്ക് വലിയ ഉള്ളി അരിഞ്ഞത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഗോൾഡൻ കളറൊന്നും ആവേണ്ട. അത് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അരി വേവാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അര മുറി നാരങ്ങ പിഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള അരി നമുക്ക് ഈ ഒരു തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ അരിയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക, തിളപ്പിച്ച് വേവിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ വേവിക്കാൻ വേണ്ടി ഒരു കുക്കർ എടുക്കാം. അതിലേക്ക് നെയ്യും ഓയിലും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി മല്ലിയില, പുതിന, ഉള്ളി, തക്കാളി അരിഞ്ഞത്, അതിലേക്ക് ബീൻസ്, ക്യാരറ്റ്, കിഴങ്ങ് എന്നിവ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നെയ്യിലേക്ക് നമ്മൾ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നെയ്യും ഓയിലും ഉണ്ട്, അതിലേക്ക് ഉള്ളി വഴറ്റി. അതിന് ശേഷം ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പെരിഞ്ചീരകം എന്നിവ നന്നായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ ഗരം മസാല ഇത്തിരി ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അത് നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൂടി ആ ഒരു മസാലയിലേക്ക് പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പ്, പുതിന ഒക്കെ ഇട്ട് കൊടുക്കാം. അതിന് മുന്നേ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ബീൻസ്, ക്യാരറ്റ്, കിഴങ്ങ്, പിന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച പച്ചപ്പട്ടാണിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ പച്ചക്കറികൾ വേവാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നേരത്തെ ഉപ്പിട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പാകത്തിന് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പും പുതിനയും മേലെ ഒന്ന് വിതറി കൊടുത്തിട്ട് നല്ല രീതിക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഈ വഴറ്റിയ മസാലയിലേക്ക് കട്ട തൈര് നമ്മൾ 2 സ്പൂണ് ഒഴിക്കുകയാണ്. അതൊന്ന് വഴറ്റി എടുക്കാം. നന്നായിട്ട് ആ മസാലയിലേക്കൊന്ന് പിടിച്ച് ഇനി നമുക്ക് ഇത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച ചോറ് കുറച്ച് മാറ്റുക, എന്നിട്ട് ദമ്മിടുക കേട്ടോ. ലെയറായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ആദ്യം കുറച്ച് റൈസ് എടുത്തു, പിന്നെ അതിലേക്ക് മസാല ഇട്ടിട്ട് പിന്നെയും റൈസ് എടുത്തു. അതിലേക്ക് നമുക്ക് ആവശ്യമായി വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി, അണ്ടിപ്പരിപ്പ്, കശുവണ്ടി, പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി മേലെ വിതറി ദമ്മ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് ചെറിയ തീയിൽ ഒന്ന് കത്തിച്ച് എടുക്കാം, വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു സൈഡ് ഡിഷായിട്ടൊരു ചമ്മന്തിയും കൂടി തയ്യാറാക്കാം. പുതിന, പച്ചമുളക്, തേങ്ങ, വിനാഗിരി, അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് ചമ്മന്തി റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സ്വാദിഷ്ടമായിട്ടുള്ള ബിരിയാണിയും സ്വാദിഷ്ടമായിട്ടുള്ള ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ബിരിയാണിയൊക്കെ റെഡിയായി, നല്ല അടിപൊളിയായി കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല ഒരു ലുക്കുണ്ട്. ടേസ്റ്റും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്യാം. സിമ്പിളാണ്, കുറച്ച് നേരത്തെ ഒരു പണിയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.